നമ്മൾ ലാബിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും സാമ്പിൾസ് അറിയാതെ നമ്മൾ കയ്യിൽ നിന്ന് കൈ തട്ടി മറിഞ്ഞു പോവുക മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് എന്താണ് ചെയ്യേണ്ടത്? ടേബിൾ ടോപ്പിലോ അല്ലെങ്കിൽ നിലത്ത് എവിടെയാണെങ്കിലും നമ്മൾ ഫസ്റ്റ് എന്താണ് അത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, നമ്മളെപ്പോഴും എന്താ സേഫ്റ്റി ഫസ്റ്റാണ്. നമ്മളൊരിക്കലും അത് പോയിട്ട് നമ്മൾ കയ്യിൽ ഗ്ലൗ ഒന്നും ഇല്ലാതെ പോയിട്ട് തൊടാൻ നിൽക്കരുത്. കാരണം അത് ഇൻഫെക്ഷ്യസ് ആവാം. ഇൻഫെക്ഷ്യസ് സാമ്പിൾസ് ആണെങ്കിൽ നമുക്ക് അവർ ആ അസുഖങ്ങൾ പിടിപെടാനുള്ള ഇതുണ്ടാവും. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും മുറിവോ മറ്റോ ഉണ്ടെങ്കിൽ അതിലൂടെ ഇൻഫെക്ഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഗ്ലൗ ഇല്ലാതെ പോയിട്ട് അത് പോയി തൊടരുത്. പിന്നെ പറ്റുമെങ്കിൽ മാസ്കും ഐ പ്രൊട്ടക്ഷനും എല്ലാം ഇട്ടതിന് ശേഷം മാത്രം അത് പോയി ക്ലീൻ ചെയ്യാൻ നോക്കുക. ഓക്കെ, പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടെയ്ൻ ദി സ്പിൽ. കണ്ടെയ്ൻ ദി സ്പിൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അബ്സോർബൻ്റ് ആയിട്ടുള്ള ടിഷ്യൂ, അബ്സോർബ് ചെയ്യുന്ന ടിഷ്യൂ അല്ലെങ്കിൽ പേപ്പർ ടവലോ അതിൻ്റെ മുകളിലിടുക. കാരണം കൂടുതൽ സ്പ്രെഡ് ആകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഒരിക്കലും ഗ്ലൗ ഇടാതെ പോയി തൊടാനും പാടില്ല. നമ്മൾ അതിൻ്റെ മുകളിൽ കൂടുതൽ സ്പ്രെഡ് ആകുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ടവലോ ഇടുക, പേപ്പർ ടവലോ ഇട്ട് വെക്കുക. ഓക്കെ, തേർഡ് എന്ന് പറയുന്നത് ഡിസിൻഫെക്റ്റ് ചെയ്യുക. ആ ഏരിയ ഡിസിൻഫെക്റ്റ് ചെയ്യുക. എങ്ങനെയാണ് ഡിസിൻഫെക്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്യുക. 1% സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഇക്വാലൻ്റ് ആയിട്ടുള്ള ഡിസിൻഫെക്റ്റൻ്റ് യൂസ് ചെയ്യുക. അത് നമ്മൾ ആ സ്പില്ല് ചെയ്ത ഏരിയയിൽ ഒഴിച്ചു കൊടുക്കുക. അതെങ്ങനെ ഒഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഔട്ടറിന്ന് ഉള്ളിലേക്ക് ഇൻവേർഡ് ആയിട്ടാണ് ഒഴിക്കേണ്ടത്. അത് ഒഴിച്ചതിന് ശേഷം നമ്മൾ ലീവ് ചെയ്യുക. 30 മിനിറ്റ്സോളം അങ്ങനെ തന്നെ വെക്കുക. ഇതിനെയാണ് കോണ്ടാക്ട് ടൈം എന്ന് പറയുന്നത്. അത് എന്തിനാ ഇങ്ങനത്തെ കോണ്ടാക്ട് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പാത്തോജൻസ് അതിലുണ്ടെങ്കിൽ അത് നശിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈമാണ് 30 മിനിറ്റ്സ്. ഓക്കെ, അതിനുശേഷം മാത്രമേ നമ്മൾ അത് തുടച്ച് ക്ലീൻ ആക്കാൻ പാടുള്ളൂ. ഓക്കെ, അങ്ങനെ അരമണിക്കൂറോളം അത് അങ്ങനെ തന്നെ വെക്കണം. 1% സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഒഴിച്ചിട്ട് അവിടെ തന്നെ വെക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലീനപ്പാണ്. ക്ലീനപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ കോണ്ടാക്ട് ടൈം കഴിഞ്ഞ ശേഷം, അതായത് 30 മിനിറ്റ്സിന് ശേഷം നമ്മൾ ടിഷ്യൂവോ അല്ലെങ്കിൽ പേപ്പർ ടവൽസോ അവിടെ നിന്ന് റിമൂവ് ചെയ്യുക. അത് കെയർഫുള്ളി റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ട ഏതിലാണ്? നമ്മൾ ബയോ ഹസാർഡ് വേസ്റ്റ് ബാഗിൽ തന്നെ ഇടണം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ആ ഏരിയ എല്ലാം നമ്മൾ നല്ലോണം വെള്ളം വെച്ചിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ഡിറ്റർജൻറ്റ് വെച്ചിട്ടും നല്ലോണം ക്ലീൻ ചെയ്യുക. കാരണം എന്തെങ്കിലും കെമിക്കൽ റെസിഡ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെയും ക്ലീൻ ചെയ്യുന്നത്, വെള്ളം വെച്ചിട്ടും ഡിറ്റർജൻറ്റ് വെച്ചിട്ടും. ഓക്കെ, അതിൽ നിന്ന് എന്താ ചെയ്യേണ്ടത്? റിമൂവ് ചെയ്യുക. ടിഷ്യൂ പേപ്പറും എല്ലാം റിമൂവ് ചെയ്തിട്ട് ഒരു ബയോ ഹസാർഡ് ബാഗിലേക്ക് ഇടുക. പിന്നെ ആ ഭാഗം നന്നായി വെള്ളം വെച്ചും ഡിറ്റർജൻറ്റ് വെച്ചും നല്ലോണം ക്ലീൻ ചെയ്ത് എടുക്കുക. ഓക്കെ, അടുത്ത നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിസ്പോസ് ഓഫ് വേസ്റ്റ് സേഫ്ലി. എല്ലാം യൂസ് ചെയ്ത് ടവൽ, ഗ്ലൗ, പിന്നെ ക്ലീനിങ് മെറ്റീരിയൽസ് എല്ലാം എന്തിലേക്ക് പോകണം? ബയോ ഹസാർഡ് ബാഗിലേക്കാണ് നമ്മൾ ഇടേണ്ടത്. വേറെ ഒരു ബാഗിലും ഇടാൻ പാടില്ല. കാരണം ഇത് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടാവും. ഇൻഫെക്ഷൻ ആയ എന്തെങ്കിലും സംഭവം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ബയോ ഹസാർഡ് ബാഗിലേക്ക് തന്നെ ഇടണം എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ നല്ലോണം സോപ്പും വെള്ളം ഉപയോഗിച്ചിട്ട് ഗ്ലൗസ് ആദ്യം റിമൂവ് ചെയ്തതിന് ശേഷം കൈ നല്ലോണം സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകണം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഇൻസിഡൻറ്റ് നടന്നതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ചെയ്യണം. അതായത് എപ്പോഴാണ് ഈ ഇൻസിഡൻറ്റ് നടന്നത്, അതിൻ്റെ ഡേറ്റ്, ടൈം, ഏത് ലൊക്കേഷനിലാണ്, ഏത് മെറ്റീരിയലാണ് സ്പില്ലായത്, എന്താണ് നമ്മൾ അതിനു വേണ്ടി എടുത്ത ആക്ഷൻ, നമ്മൾ എന്തെല്ലാമാണ് അതിന് വേണ്ടി ചെയ്തത്, അതായത് നമ്മൾ പിന്നെ 1% സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ച് ഇതാക്കി, അങ്ങനത്തെ എല്ലാം കാര്യങ്ങളെല്ലാം നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്തെന്നുള്ളതെല്ലാം നമ്മൾ അതിൽ ഡോക്യുമെൻറ്റേഷൻ ചെയ്യണം. ഓക്കെ, ഇതാണ് ശരിക്കുള്ള പ്രോസസ്സ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് 7th എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ. ഇത് നമ്മൾ എപ്പോഴും സ്പില്ല് ആവാതെ നോക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞാൽ നമ്മളത് വരുന്നതിന് മുന്നേ തന്നെ അറിയാതെയാണ് എപ്പോഴും പറ്റുക. അത് പറ്റാതെ നോക്കുക. കാരണം എപ്പോഴും സാമ്പിളിൻ്റെ ബോട്ടിലെല്ലാം നല്ലോണം മൂടിയെല്ലാം ശരിക്കും ഇട്ടിനോ ഉള്ളത് നല്ല ഉറപ്പ് വരുത്തുക. പിന്നെ ഇങ്ങനത്തെ ഇത് പറ്റാതെ നോക്കുക. ഓക്കെ, രോഗങ്ങൾ വരാനുള്ള കൂടുതൽ ചാൻസ് ഉള്ള ഏരിയയാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന ലബോറട്ടറീസും ഹോസ്പിറ്റൽ ഫീൽഡ്സും എല്ലാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ വീഴോ സ്പിൽ എന്തെങ്കിലും ഉണ്ടായാൽ അപ്പം തന്നെ അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക. അതിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് തന്നെ ചെയ്യണം. ഒരിക്കലും അതിന് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റി വെക്കാൻ പാടില്ല. കാരണം ഇൻഫെക്ഷൻ കൂടുതൽ കിട്ടാനുള്ള ചാൻസ് ഹോസ്പിറ്റൽസിൽ നിന്നാണ്. കാരണം കുറേ പേഷ്യൻസ് എന്തൊക്കെ രോഗങ്ങൾ കൊണ്ടാണ് വരുന്നത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക.
സ്പില്ലുണ്ടായാൽ ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഇതുപോലത്തെ ഹെൽപ്ഫുള്ളായ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ്. ഏത് ടൈപ്പ് വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ടേക്ക് ആ വീഡിയോസ് ഇടാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കുറേ ആൾക്കാർ വീഡിയോ കാണുന്നത്. സബ്സ്ക്രൈബേഴ്സ് വേണം. അപ്പോൾ എല്ലാവരും ദയവേത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇത് പുതിയൊരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് വേണ്ടുന്ന മാക്സിമം സപ്പോർട്ടും നിങ്ങൾ തരാൻ നോക്കണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചാനൽ മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.